welcome to Competitive Cracker. This is Anju here. So, ഇന്ന് നമ്മൾ നെറ്റ് ഇംഗ്ലീഷിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. That's called Edwardian era. So, Edwardian era starts from 1901 to 1940. 1901 തൊട്ട് 1940 വരെയുള്ള ആ ഒരു ഏജിനെയാണ് നമ്മൾ Edwardian era എന്ന് പറയുന്നത്. So, അതിൻ്റെ ഒരു ഫീച്ചേഴ്സിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ it was begun with the death of Queen Victoria and King Edward occupied the throne. അപ്പോൾ ഇതിനു മുന്നുള്ള വിക്ടോറിയൻ ഏജ് ആയിരുന്നു. അപ്പോൾ വിക്ടോറിയൻ ഏജിന്റെ അവസാനം വരെ ക്വീൻ വിക്ടോറിയയുടെ ഡെത്തിന് ശേഷം കിങ് എഡ്വേർഡ് ആ ഒരു ത്രോൺ ഓക്യുപ്പൈ ചെയ്തു. സോ അങ്ങനെയാണ് എഡ്വേർഡിയൻ ഇറ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് എ പീരീഡ് ഓഫ് ഗ്രേറ്റ് സോഷ്യൽ ചേഞ്ച്. ഒത്തിരി സോഷ്യൽ ചേഞ്ച് ഉണ്ടായ ഒരു പീരീഡും കൂടിയാണ് എഡ്വേർഡിയൻ ഇറ എന്ന് പറയുന്നത്. ഇമ്പീരിയൽ ഡൊമിനേഷൻ കണ്ടിന്യൂസ്. വിക്ടോറിയൻ ഏജിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ആ ഒരു ഇമ്പീരിയൽ ഡൊമിനേഷൻ കണ്ടിന്യൂ ചെയ്തു പോവുകയും ചെയ്തു. എ റിജിഡ് ക്ലാസ് സിസ്റ്റം വിത്ത് ഗ്രേറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വെൽത്തി ആൻഡ് ദ പുവർ. അപ്പോൾ വിക്ടോറിയൻ ഏജിൽ നമുക്കറിയാം നല്ലപോലെ ഒരു ക്ലാസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് വെൽത്തി, ഹൈ ക്ലാസ് അല്ലെങ്കിൽ ലോ ക്ലാസ്, റീച്ച്, അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. അത് കുറച്ചുകൂടെ റിജിഡ് ആവുകയാണ് ഈ ഒരു ഏജിൽ സംഭവിച്ചത്. വലിയ ചേഞ്ച് ഒന്നും വന്നില്ല. ബട്ട് എന്താണ് സംഭവിച്ചത്? ആ ഒരു ക്ലാസ് സിസ്റ്റത്തിന്റെ ഡിഫറൻസ് ഒന്നുകൂടി സോൾഡിഫൈ ചെയ്തതാണ്. ആൻഡ് ഇറ്റ് വാസ് എ റിയാക്ഷൻ അഗെയിൻസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഈ ഒരു ഏജിനെ നമുക്ക് എന്തെന്ന് പറയാം? വിക്ടോറിയൻ ഏജിലൊക്കെ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയലൈസേഷന്റെ ആ ഒരു അഗെയിൻസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻ എന്ന് കൂടി നമുക്ക് പറയാം. ദ പവർ ആൻഡ് ദ ലക്ഷറി ഓഫ് ദ റൂളിംഗ് എലൈറ്റ് സോൾഡിഫൈഡ്. ഇൻഡസ്ട്രിയലൈസേഷൻ ഇങ്ങനെ ഹൈ ആയിട്ട് വരുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എലൈറ്റ് ക്ലാസ് അല്ലെങ്കിൽ ഒരു ഹൈ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന പവറും അവരുടെ ആ ഒരു ലക്ഷറി ലെവലും ഒക്കെ ഈ ഏജിൽ ഒന്നുകൂടി കൂടിയത് ചെയ്തത്. ഇനി ദ ലിബറൽ ഐഡിയാസ് വെർ ഓൾസോ പോപ്പുലർ. ഇതേ സമയത്ത് ഇതേ കാലത്ത് ലിബറൽ ഐഡിയാസും വളരെ പോപ്പുലർ ആണ്. ദ സ്പിരിറ്റ് ഓഫ് സോഷ്യലിസം ഫോളോയിങ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷമുള്ള ആ ഒരു സ്പിരിറ്റ് ഓഫ് സോഷ്യലിസവും അതും എല്ലാം വളരെ കൂടുതലായി നിന്ന ഒരു സമയം കൂടിയാണ് എഡ്വേർഡിയൻ ഇറ എന്ന് പറയുന്നത്. ദ ബിഗിനിങ് ഓഫ് ദ 20th century എക്സ്പീരിയൻസ്ഡ് ട്രെമൻഡസ് ടെക്നോളജിക്കൽ ആൻഡ് സോഷ്യൽ ചേഞ്ച്. ഈ ഒരു 20th century ബിഗിനിങ്, തുടക്കം എന്ന് പറഞ്ഞാൽ ഒത്തിരി ചേഞ്ച്, എന്തൊക്കെ തരത്തിലുള്ള ട്രെമൻഡസ് ചേഞ്ച്, എന്തിലൊക്കെ ടെക്നോളജിക്കലിയും അതോടൊപ്പം തന്നെ സോഷ്യലിയും ട്രെമൻഡസ് ചേഞ്ച് എക്സ്പീരിയൻസ് ചെയ്ത ഒരു സമയം കൂടെയാണിത്. And it was a time where Britain was its imperial height and 1 in 3 of the world's population were her subjects. Okay, ഈ ഒരു കാലം എന്ന് പറയും, ഈ ഒരു പീരീഡ് ബ്രിട്ടൻ അതിന്റെ ഇമ്പീരിയൽ ഡൊമിനേഷൻ ആ ഒരു ഉച്ചഭാവത്തിൽ അല്ലെങ്കിൽ ആ ഒരു അത്രയും നല്ല ഹൈറ്റിൽ നിന്ന ഒരു സമയം കൂടിയായിരുന്നു എഡ്വേർഡിയൻ ഇറ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ എക്സാമിൽ ചോദിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ലൈക്ക് ദ ഫീച്ചേഴ്സ് ഓഫ് എഡ്വാർഡിയൻ ലിറ്ററേച്ചർ ആൻഡ് ആർട്ട്, അതിലേക്ക് നോക്കാം. എന്തൂസിയാസം ഫോർ ആർട്ട് ആൻഡ് ഫാഷൻസ്. അപ്പോൾ ഇതിനു മുന്നേ ഉള്ള കാലഘട്ടത്തിലെ പോലെ തന്നെ ആ ഒരു ആർട്ടിനോടും ഫാഷനോടും ഉള്ള എന്തൂസിയാസം ഒന്നുകൂടി കൂടി. ആൻഡ് ആർട്ട് നോവോ, ഇറ്റ് വാസ് എ സ്റ്റൈൽ ദാറ്റ് ഒറിജിനേറ്റഡ് ഇൻ ഫ്രാൻസ്. ഫ്രാൻസിൽ തുടക്കം കുറിച്ച ഒരു സ്റ്റൈലാണ് ആർട്ട് നോവോ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ ട്രാൻസിഷൻ ബിറ്റ്വീൻ ദ 19th century ഹിസ്റ്റോറിക് റിവൈവലിസ്റ്റ് സ്റ്റൈൽസ് ആൻഡ് മോഡേൺസ്. അപ്പം 19th century ഹിസ്റ്റോറിക് റിവൈവലിസ്റ്റ് സ്റ്റൈൽസിന്റെയും ആ ഒരു മോഡേൺസിന്റെ ഇടയിലുള്ള ആ ഒരു ട്രാൻസിഷനെയാണ് അത് പറയുന്നത്. And it drew inspiration from the pre-Raphaelites and decadence. അപ്പോൾ ഇതിന്റെ ഒരു ഇൻസ്പിറേഷൻ എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മുടെ ആ വിക്ടോറിയൻ ഏജിലുണ്ട്. നമുക്കറിയാം പ്രീ റാഫ്ലൈറ്റ് ഗ്രൂപ്പ്സിനെ കുറിച്ചിട്ട് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡെക്കഡൻസ്, ആ ഒരു ഗ്രൂപ്പിൽ നിന്നാണ് ഇവിടെയെല്ലാം ഇൻസ്പിറേഷൻ കൊണ്ടുവന്നത്. ആൻഡ് റിയലിസം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലിറ്ററേച്ചർ. ഇപ്പോൾ എഡ്വാർഡിയൻ ഇറ ലിറ്ററേച്ചറിന്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് റിയലിസം ആണ്. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഹൈ ബ്രോ ആൻഡ് പോപ്പുലർ ആർട്ട് വാസ് പ്രൊനൗൺസ്ഡ്. അപ്പോൾ ആ ഒരു ഹൈ ആർട്ട് അല്ലെങ്കിൽ പോപ്പുലർ ആർട്ട് തമ്മിലുള്ള ഡിസ്റ്റിങ്ഷനും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. സോ ഇത്രയുമാണ് എഡ്വാർഡിയൻ ലിറ്ററേച്ചർ ആൻഡ് ആർട്ടിന്റെ ഫീച്ചേഴ്സ്. ഇനി ഈ ഒരു പീരീഡിലെ മേജർ റൈറ്റേഴ്സ് ആരൊക്കെയാന്ന് നോക്കാം. First of all, Joseph Conrad, and the second is Rudyard Kipling, H.G. Wells, John Galsworthy, Arnold Bennett, E.M. Foster, G.K. Chesterton, H.S. Munro. So ഇത്രയും റൈറ്റേഴ്സ് ആണ് ആ ഒരു പീരീഡിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്ക് പറയാവുന്നത്. നമുക്കിനി ഓരോ റൈറ്റേഴ്സിനെ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ജോസഫ് കോൺറാഡ്. നമുക്കറിയാം നമ്മുടെ നെറ്റ് എക്സാമിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ജോസഫ് കോൺറാഡിന്റെ വർക്ക്സിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ് അൽമേസ് ഫോളി, പബ്ലിഷ്ഡ് ഇൻ 1895, ദ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് 1899.
ഒത്തിരി ക്രിറ്റിസിസം ഏറ്റുവാങ്ങിയ ഒരു വർക്കാണ് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റിൽ പലപ്പോഴും പല എക്സാമിലും ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ലോർഡ് ജിം 1900, നോസ്ട്രോമോ 1904, അണ്ടർ വെസ്റ്റേണൈസ് 1911. സോ ജോസഫ് കോൺറാഡിന്റെ വർക്ക്സ് പഠിക്കുമ്പോൾ എപ്പോഴും ആ ഒരു വർക്ക്സിന്റെ ഓർഡറിൽ നമ്മൾ പഠിക്കാൻ നോക്കുക. ആൻഡ് ഓൾസോ അതിന്റെ സമ്മറീസ്, അതിന്റെ സെറ്റിംഗ്സ്, ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ്, ഇതൊക്കെ നമ്മൾ പഠിക്കുക. അടുത്ത ഒരു റൈറ്റർ ആണ് റുഡ്യാർഡ് കിപ്ലിംഗ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള വർക്കാണ് അല്ലെ ജംഗിൾ ബുക്ക്. ആ ഒരു ജംഗിൾ ബുക്കിന്റെ ഓഥർ ആണ് റുഡ്യാർഡ് കിപ്ലിംഗ്. സോ അദ്ദേഹത്തിന്റെ ജംഗിൾ ബുക്ക് വാസ് പബ്ലിഷ് ഇൻ 1894. പിന്നെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ് കിം 1901. ഈ ഒരു വർക്കും അത്യാവശ്യം ക്രിറ്റിസിസം ഏറ്റുവാങ്ങിയ ഒരു വർക്കാണ്. പിന്നെ കുറെ ഷോർട്ട് സ്റ്റോറീസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് ദ മാൻ ഹൂ വുഡ് ബി കിങ്. ഇറ്റ് വാസ് പബ്ലിഷ് ഇൻ 1888. അദ്ദേഹത്തിന്റെ പോംസ് മാൻഡലെ 1890, ഗംഗാദീൻ 1890, The Gods of the Copybook Headings 1990, The White Man's Burden. White Man's Burden അതേപോലെ തന്നെ ഒത്തിരി ക്രിറ്റിസിസം ഏറ്റുവാങ്ങിയ ഒരു വർക്കാണ് വൈറ്റ് മാൻസ് ബർഡൻ. അപ്പോൾ ആ ഒരു വർക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കാം. ആൻഡ് ഇഫ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, കോളേജിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്, നല്ലൊരു പോമാണ് ഇഫ്. അപ്പോൾ ഇഫ് എഴുതിയതും ആരാണ്? റുഡ്യാർഡ് കിപ്ലിംഗ് ആണ്. ഇനി അടുത്തൊരു ഓഥറാണ് H.G. വെൽസ്. സയൻസ് ഫിക്ഷൻ എന്ന ഒരു ജാനറിന് തുടക്കം കുറിച്ച ഒരു ഓഥറാണ് H.G. വെൽസ് എന്ന് പറയാം. അപ്പൊ അദ്ദേഹത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ടബിൾ ആയിട്ടുള്ള സയൻസ് വർക്ക്സ് ആണ് ഇത് ടൈം മെഷീൻ 1895. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് നോവലും കൂടിയായിരുന്നു ദ ഐലൻഡ് ഓഫ് ഡോക്ടർ മോറിയോ 1896, The Invisible Man 1897, The War of the Worlds 1890. The War of the Worlds-നെ ബേസ് ചെയ്തിട്ട് സിനിമയൊക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ കാണാമെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ എന്താണ് ഈ ഒരു വർക്ക്സിൽ പറയുന്നതിനുള്ള കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ദ ഡിസ്റ്റോപ്പിയൻ വർക്കാണ് When the Sleeper Wakes. It was published in 1910. H.G. വെൽസിന്റെ സോഷ്യൽ റിയലിസം, നമ്മൾ പറഞ്ഞു എഡ്വേർഡിയൻ ലിറ്ററേച്ചറിന്റെ ഒരു ബെസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ റിയലിസം ആണ്. അപ്പോൾ H.G. വെൽസിന്റെ സോഷ്യൽ റിയലിസം നോവൽസിൽ വരുന്നതാണ് ദ കിബ്സ് 1905 ആൻഡ് ദ ഹിസ്റ്ററി ഓഫ് മിസ്റ്റർ പോളി 1910. ആൻഡ് ഈ ഒരു വർക്ക് ഇത് ഡിസ്ക്രൈബ്സ് ലോവർ മിഡിൽ ക്ലാസ് ഇംഗ്ലീഷിലെ. അപ്പോൾ ഹിസ്റ്ററി ഓഫ് മിസ്റ്റർ പോളി എന്ന 1910 പബ്ലിഷ് ആയിട്ടുള്ള ഈ ഒരു സോഷ്യൽ റിയലിസം വർക്ക് എന്തിനാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ലോവർ മിഡിൽ ക്ലാസ് ഇംഗ്ലീഷ് ലൈഫിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്, H.G. വെൽസ് വാസ് നോമിനേറ്റഡ് ഫോർ ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ 4 times. 4 പ്രാവശ്യം നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ നോമിനേറ്റ് ചെയ്തു, പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് അത് വിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. സോ ആ ഒരു പോയിന്റും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓഥറാണ് ജോൺ ഗാൽസ്വർത്തി. അദ്ദേഹത്തിന്റെ നോട്ടബിൾ വർക്ക്സ് വരുന്നത് ഫോർസൈറ്റ് സാഗ. ആ ഒരു ടൈം പീരീഡ് എന്ന് പറയാൻ 1906 to 1901 ആണ്. അതിന്റെ സീക്വൽസ്, ഫോർസൈറ്റ് സാഗയുടെ സീക്വൽസ് ആണ് ദ മോഡേൺ കോമഡി ആൻഡ് ദ എൻഡ് ഓഫ് ചാപ്റ്റർ. ഇത്രയും വർക്ക്സ്, ഇതിൽ തന്നെ കുറെ വർക്ക്സ് വരുന്നുണ്ട്. സോ അതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് റൈറ്റർ ആണ് അർണോൾഡ് ബെനറ്റ്. He had used the 5 towns as background for a story and in his major novels. അപ്പോൾ ഈ അർണോൾഡ് ബെനറ്റിന്റെ ഓൾമോസ്റ്റ് എല്ലാ വർക്ക്സിലും ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന എന്തായിരുന്നു? 5 towns ആണ്. അദ്ദേഹത്തിന്റെ മേജർ നോവൽസ് ഏതൊക്കെയാണ്? ആന്ന ഓഫ് ദ 5 towns 1902, The Old Wives' Tale 1908 and The Clay Hanger 1910. അപ്പോൾ ഇതിലെല്ലാം എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന 5 towns ആണ്. ഇനി അവിടെ എക്സെപ്ഷൻ 5 towns അല്ലാതെ എക്സെപ്ഷൻ ഒരു സെറ്റിംഗ് വരുന്ന റൈസീമാൻ സ്റ്റെപ്സ് ആണ് 1923. ആ ഒരു റൈസീമാൻ സ്റ്റെപ്സ് എന്ന വർക്കിന്റെ സെറ്റ് എവിടെയാണ് ശരിക്കും? ഇറ്റ് വാസ് സെറ്റ് ഇൻ എ ലോവർ മിഡിൽ ക്ലാസ് ഡിസ്ട്രിക്ട് ഓഫ് ലണ്ടൻ. ലണ്ടനിലെ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഡിസ്ട്രിക്റ്റിലാണ് റൈസീമാൻ സ്റ്റെപ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓഥറാണ് E.M. ഫോസ്റ്റർ. ഇപ്പൊ E.M. ഫോസ്റ്ററിന്റെ ബെസ്റ്റ് നോവൽസ് എന്ന് പറഞ്ഞാൽ A Room with a View 1908, Howard's End 1910 and A Passage to India. അപ്പം ഞാൻ ഇത് പഠിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്കറിയാം നെറ്റിൽ എന്ത് ചോദിക്കും, പല ഓതേഴ്സിന്റെ വർക്ക്സ് ക്രോണോളജിക്കൽ ആയിട്ട് ചോദിക്കാറുണ്ട് അല്ലെ. അപ്പോൾ ആ ഒരു ഞാൻ നെറ്റിന് പഠിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഇതൊരു കോഡ് വെച്ചിട്ടായിരുന്നു പഠിക്കുന്നത്. ലൈക്ക് E.M. ഫോസ്റ്റേഴ്സ് വ്യൂ എൻഡ്സ് ഇൻ ഇന്ത്യ. അപ്പൊ ആ ഒരു കോഡ് നോക്കിയേ, E.M. ഫോസ്റ്റേഴ്സ് വ്യൂ എന്ന് പറയുമ്പോൾ E.M. ഫോസ്റ്ററിന്റെ വ്യൂ, അതായത് വർക്ക് ഏതാണ്? എ റൂം വിത്ത് എ വ്യൂ. എൻസ് ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത്. അപ്പൊ എൻസ് വരുന്ന കീവേഡ് വരുന്ന ഏത് വർക്കാണ്? ഹവേർഡ്സ് എൻഡ് ആണ്. ഏറ്റവും ലാസ്റ്റ് വരുന്ന എൻസ് ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത്. അപ്പം
ആ ഒരു വർക്ക് ഏതാണ്? എ പാസേജ് ടു ഇന്ത്യ. സോ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓതേഴ്സ് അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട്. സോ കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? നമുക്ക് എല്ലാ വർക്ക്സും അതോടൊപ്പം തന്നെ എല്ലാ ഓതേഴ്സിന്റെയും മേജർ വർക്ക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം, മൈനർ വർക്ക്സും അറിയാം. അപ്പൊ വളരെ ഡീപ്പായിട്ട് നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നെറ്റ് എന്ന ആ ഒരു കടമ്പ കടക്കാൻ സാധിക്കൂ. സോ അതിന് വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ എന്തുണ്ട്? നമ്മുടെ നെറ്റ് എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള 1 month ക്രാഷ് കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് എന്തായാലും നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഏതൊക്കെ സബ്ജക്ട്സിനാണ് നോക്കിയാൽ ജനറൽ പേപ്പറിനുണ്ട്, ഇംഗ്ലീഷിനുണ്ട്, എക്കണോമിക്സിന്, കൊമേഴ്സിനുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ് ആണ്. അപ്പോൾ എക്സാം ഒക്കെ വരുമ്പോൾ നമുക്ക് ഒത്തിരി എന്ത് വേണം? നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം അനലൈസ് ചെയ്യണം, അതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റ്. അപ്പൊ ഈ ഒരു ഫീച്ചേഴ്സ് എല്ലാം നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ JRFന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ മെന്റർഷിപ്പും ഉണ്ട്. സോ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആൻഡ് ഓൾസോ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കിൽ നമുക്കറിയാം ജനറൽ പേപ്പർ പലർക്കും വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ ഈ ലാസ്റ്റ് മിനിറ്റ് ആ ഒരു പ്രിപ്പറേഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കിൽ ഈ ഒരു ജനറൽ പേപ്പറിന്റെ ഫ്രീ ലൈവ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അത് എത്രയും പെട്ടെന്ന്, ഇനിയും രജിസ്റ്റർ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ താങ്ക് യു.